നമസ്കാരം. കുയിലി നാച്ചിയാർ എന്ന പേരുള്ള ഒരു ഫേസ്ബുക്ക് പേജിൽ ഒരാൾ ഇങ്ങനെ എഴുതി, ഈ ചിത്രത്തിൽ കാണുന്നത് മുഹമ്മദ് ഹാഷിഖ് എന്ന വ്യക്തിയാണ്. നിരന്തരം ഭാരതത്തിനും ഭാരത പ്രധാനമന്ത്രിക്കുമെതിരെ വ്യാജ വീഡിയോകൾ ചെയ്യുന്ന ഒരാളാണ് മുഹമ്മദ് ഹാഷിഖ്. ഈ മുഹമ്മദ് ഹാഷിഖിനെ രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ടും മതപരമായ കാരണങ്ങൾ കൊണ്ടും ഇന്ത്യയോടും ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും വിരോധമുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രതിരോധ വിഭാഗവുമായി ബന്ധപ്പെട്ട ആളുകളെയും സ്ഥാപനങ്ങളെയും പോലും വ്യാജ AI നിർമ്മിതികൾ കൊണ്ട് അപമാനിക്കുകയാണ് മുഹമ്മദ് ഹാഷിഖ്. അയാൾ അപ്ലോഡ് ചെയ്ത പുതിയ വീഡിയോയിൽ അഗ്നി മിസൈലുകൾ നിർമ്മിക്കുന്നതിന് മുൻപ് അവ ഗോമൂത്രത്തിൽ മുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞങ്ങളോട് നിർദ്ദേശിച്ചു. എന്നാൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തുരുമ്പ് പിടിക്കാൻ തുടങ്ങിയത് മൂലം ഞങ്ങൾ അതിലേക്ക് ഇപ്പോൾ ചാണകം കൂടി ഉപയോഗിക്കാൻ തുടങ്ങി എന്ന് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത് സംസാരിക്കുന്നതായി കാണിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ പ്രചരിക്കുന്ന ഈ വീഡിയോ പൂർണ്ണമായും AI ഉപയോഗിച്ച് മാറ്റം വരുത്തി വ്യാജമായി നിർമ്മിച്ചതാണ്. അത് വിവിധ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഫാക്ട് ചെക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നൂറുകണക്കിന് ആളുകൾ ഇത് വ്യാജമാണ് എന്ന് പറഞ്ഞിട്ടും ഈ രാഷ്ട്രവിരുദ്ധനായ മുഹമ്മദ് ഇതുവരെ വീഡിയോ റിമൂവ് ചെയ്തില്ല. ഭാരതത്തെയും ഭാരതത്തിൻ്റെ സൈനിക പ്രതിരോധ രംഗത്തെയും പ്രധാനമന്ത്രിയും പരിഹസിക്കണം, അപമാനിക്കണം എന്ന് വ്യക്തമായ ലക്ഷ്യത്തോടെ ഇവർ നിർമ്മിച്ച വീഡിയോ ആണ് ഇതെന്ന് വ്യക്തം. കേന്ദ്ര പ്രതിരോധ വകുപ്പുമായി പോലും ബന്ധപ്പെടുന്ന വിഷയമായതുകൊണ്ട് നേരിട്ടുള്ള നിയമ നടപടി പ്രതീക്ഷിക്കുന്നു. മുഹമ്മദ് ഹാഷിഖ് എന്ന സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന ഒരു കച്ചവട സ്ഥാപനമൊക്കെ നടത്തി ജീവിക്കുന്ന വ്യക്തി BJPയോട് കടുത്ത വിരോധമുള്ളയാളാണ്. അതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കാനും ആരെയും വിമർശിക്കാനും നമ്മുടെ ഭരണഘടന അവകാശം നൽകുന്നുണ്ട്. പക്ഷേ രാജ്യത്തിൻ്റെ നേട്ടങ്ങളെ, രാജ്യത്തിൻ്റെ വികസനത്തെയൊക്കെ മോശമാക്കി ചിത്രീകരിക്കുക, അത് അപമാനിക്കുന്ന തരത്തിൽ വ്യാജ വീഡിയോകൾ ഉണ്ടാക്കുക എന്നതൊന്നും നിസ്സാരമായ കുറ്റകൃത്യമല്ല, രാജ്യദ്രോഹം ചുമത്തേണ്ട കാര്യം തന്നെയാണ്. ഈ മുഹമ്മദ് ഹാഷിഖ് ചെയ്ത വീഡിയോ ഇങ്ങനെയാണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു. ഇന്ത്യ ഏതവസ്ഥ വരെയാണ് ഇന്ത്യ പോയിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. We are making some significant changes in Agni 6 ballistic missile program. Prime Minister Modi specifically told us that all missiles should be washed with pavitra cow urine before they are made. First we soak the missile parts into urine. ഇതാണ് സമീർ കമത്ത്, മുൻ DRDO ചെയർമാനും നമ്മുടെ രാജ്യത്തിന് പ്രതിരോധ മേഖലയിൽ ധാരാളം സംഭാവനകൾ തന്ന ശാസ്ത്രജ്ഞനുമാണ്. ഈ സുഡാപ്പി മുഹമ്മദ് ഹാഷിഖ് മോദി വിരോധം തീർക്കാൻ ഇദ്ദേഹത്തിന്റെ വീഡിയോ ആണ് വ്യാജമായി നിർമ്മിച്ച് പ്രദർശിപ്പിക്കുന്നത്. സ്വന്തം രാജ്യത്തെയും അതിന് ഒരുപാട് സംഭാവനകൾ കൊടുക്കുകയും ചെയ്ത ഒരു ശാസ്ത്രജ്ഞനെയും എന്തിനാവും ഇവൻ ഇങ്ങനെ കള്ളത്തരം പ്രചരിപ്പിച്ചു അപമാനിക്കുന്നത്? സമീർ കാമത്ത് എന്ന DRDOയുടെ മുൻ ചെയർമാന്റെ പേരിൽ വ്യാജ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ചിരിക്കുന്നു. നിർമ്മിച്ചത് ഇയാളാണോ അല്ലയോ എന്ന് വ്യക്തമല്ലെങ്കിലും ഇയാൾ അത് ആധികാരികമായി ഷെയർ ചെയ്യുമ്പോൾ, അത് അവാസ്തവമാണോ എന്ന് പരിശോധിക്കാതെ ചെയ്യുമ്പോൾ തീർച്ചയായും നിർമ്മിച്ച അതേ ഉത്തരവാദിത്വമാണ് ഇയാൾക്കുണ്ടാവേണ്ടത്. സോഷ്യൽ മീഡിയയിൽ ഇതേക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നു. മനസ്സുള്ള മുഹമ്മദ് ഹാഷിഖ് മാപ്പ് പറഞ്ഞ് രംഗത്തെത്തി. മിസൈലുമായി ബന്ധപ്പെട്ട് ഞാൻ മുമ്പ് പങ്കുവെച്ച വീഡിയോയെക്കുറിച്ച് പലരും അത് ഒറിജിനൽ അല്ലെന്നും ഫാക്ട് ചെക്കിൽ തെറ്റാണെന്നും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിനാൽ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ബുദ്ധിമുട്ടോ ആശയക്കുഴപ്പമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുന്നു. നോക്കൂ, ഇയാൾ മാപ്പ് പറഞ്ഞ് പിന്മാറ്റിയെങ്കിലും യഥാർത്ഥത്തിൽ അയാൾക്കൊരു കുറ്റബോധവുമില്ല. രാജ്യത്തെ അപമാനിച്ചതിൽ അയാൾ ഇപ്പോഴും കുറ്റബോധമില്ലാത്തവനായിരിക്കുന്നു. കേസിനെ പേടിച്ച് മാത്രം അയാൾ തിരുത്തൽ നടത്തി. ഈ വിഷയത്തിൽ ഏറ്റവും അധികം ശക്തമായി ഇടപെടൽ നടത്തിയത് യുക്തിവാദിയായ എന്നാൽ രാജ്യസ്നേഹിയായ രഞ്ജിത്ത് രവീന്ദ്രനാണ്. രവീന്ദ്രൻ ഈ വീഡിയോ പൊക്കിയെടുത്തതും ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചതും രഞ്ജിത്ത് രവീന്ദ്രനായിരുന്നു. രവീന്ദ്രൻ ഇതിൻ്റെ പേരിൽ കേസും കൊടുത്തിരുന്നു. രവീന്ദ്രനെ വിളിച്ച് മുഹമ്മദ് ഹാഷിഖ് കേസ് കൊടുക്കാതെ മുമ്പോട്ട് പോകണം എന്നാവശ്യപ്പെട്ട് സംസാരിക്കുന്ന ഓഡിയോ രവീന്ദ്രൻ പുറത്തുവിട്ടിട്ടുണ്ട്. അവിടെയും അദ്ദേഹം മോദി വിരുദ്ധത നുണക്കഥകളുടെ പശ്ചാത്തലത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് പൊളിച്ചെടുക്കുകയാണ് രഞ്ജിത്ത് രവീന്ദ്രൻ. ആ ഓഡിയോ ക്ലിപ്പ് കൂടി കേൾക്കുക. പറഞ്ഞോ. സാറിന്റെ പേജിലല്ല ഒരു വീഡിയോ ഉള്ളത്? അതെ അതെ, എന്റെ പേജിലാണ് ഒരു വീഡിയോ. ഒന്ന് നമ്മളത് ഡിലീറ്റ് ചെയ്ത് മാപ്പ് ഇട്ടിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഒന്ന് ചെയ്യാറുണ്ട് ഉപകാരമായിരുന്നു. ഞങ്ങൾക്ക് റിക്വസ്റ്റ് ആണ് കേട്ടോ. ഇല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഞാനത് ഡിലീറ്റ് ചെയ്തോളാം. ഓക്കെ, നിങ്ങൾ ഇന്നലെ മാപ്പ് പറഞ്ഞു, വളരെ സന്തോഷം നിങ്ങളെ തെറ്റ് മനസ്സിലാക്കിയതിൽ. പക്ഷേ എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് ഡിലീറ്റ് ചെയ്തതിന് എനിക്ക് നിങ്ങളോട് വേറൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ നിങ്ങളുടെ ഇട്ട ബാക്കി വീഡിയോസ് കംപ്ലീറ്റ് നോക്കി. നിങ്ങൾ പലതും ചെയ്യുന്നത് അന്ധമായിട്ടുള്ള വിരോധം വെച്ചിട്ടാണ്.
ഓക്കെ, അത് വളരെ മോശം കാര്യമാണ്. നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആരെയും വിമർശിക്കാം, നമ്മളെല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ്, നമുക്ക് ഭരണകൂടത്തെയോ ഐഡിയോളജികളോ ഒക്കെ വിമർശിക്കാം. പക്ഷെ നിങ്ങളെപ്പോലുള്ള ആളുകൾ, നിങ്ങളൊരു ബിസിനസ്സും വെച്ചിട്ട് നിങ്ങൾ ഈ രീതിയിൽ അന്ധമായിട്ടുള്ള വിരോധം കാണിക്കരുത്. ഒരു അന്ധമായ വിരോധം ഇല്ലാട്ടോ. ഞങ്ങൾ പറയണ നമുക്ക് വളരെ റെസ്പെക്ട് ഉള്ള ആൾക്കാരാണ് ട്ടോ. ഞാൻ പറഞ്ഞത്. അതങ്ങനെ ഞാൻ അല്ല. പി- ഇന്നലത്തെ സംഭവത്തിൽ എനിക്ക് അങ്ങനല്ല ഫീൽ ചെയ്തത്. ഞാൻ ആ, അതുകൊണ്ടാണ് ഇല്ല 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 ഞാൻ നമ്മളിപ്പോ അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോ നാള് അല്ലല്ല നമ്മള് മറ്റുള്ള ഹിന്ദു സമൂഹത്തോട് വളരെ സ്നേഹവും അയ്യോ ബഹുമാനമുള്ള ആൾക്കാരാണ് നമ്മൾ അയ്യോ കേട്ടോ. ഞാനൊരു എത്തിസ്റ്റാണ് ചേട്ടാ. ഞാൻ ആ, ഞാൻ ഞാൻ വിശ്വാസിയല്ല. ഓക്കെ, ഉവ്വ് നിങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു വിശ്വാസിയല്ല ഫസ്റ്റ് ഓഫ് ഓൾ. ഉവ്വ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ മുസ്ലിമോ അല്ലെങ്കിൽ ഹിന്ദു, എനിക്ക് ആ രീതിയിലുള്ള വിശ്വാസങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നെ സംബന്ധിച്ചിട്ട് ഒരൊറ്റ കാര്യമാണ് ഇമ്പോർട്ടന്റ്, അത് നമ്മുടെ രാജ്യം. ഓക്കെ, അതിപ്പോ അല്ല ഹിന്ദു അത് നമ്മൾ രാജ്യത്തിന്റെ അത് പറയട്ടെ. അല്ല അങ്ങനെയല്ല, നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് അല്ല അങ്ങനെയല്ല നമ്മളെ പറഞ്ഞത്. സംബന്ധിച്ചോളം ഇപ്പൊ ഞാൻ ഞാനൊരു പറഞ്ഞല്ലോ. ഉദാഹരണം പറയാം. അല്ല, ഇത് കേൾക്ക്. ഞാനിപ്പോ ഉദാഹരണത്തിന് ഞാൻ പറയാം. ഇന്ന് നമ്മുടെ ഈ 2026-27 ബഡ്ജറ്റ്, നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 53 ലക്ഷം കോടി രൂപയാണ്. അതിൽ നമ്മുടെ തനതായ വരുമാനം ഒരു 36 ലക്ഷം കോടി രൂപ മാത്രമേ ഉള്ളൂ. 17 ലക്ഷം കോടി രൂപ നമ്മൾ കടമെടുക്കുന്നതാണ്. 14 ലക്ഷം കോടി രൂപ നമ്മൾ ഇൻട്രസ്റ്റ് അല്ല അടക്കുന്നതാണ്. 1 ഞാൻ പറയട്ടെ, അല്ല, ഒരു 1.3 മിനിറ്റ്, ഒരു മിനിറ്റ്, പ്ലീസ്. ഇത് നമ്മുടെ വിഷയം അതല്ലല്ലോ. ഞാൻ അല്ലല്ല ഞാൻ പറഞ്ഞ കാര്യം അതല്ല. അതെനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യം എന്തുകൊണ്ടാണ് എനിക്ക് നിലവിലുള്ള ഇപ്പോഴുള്ള അപ്പൊ പ്രശ്നം അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞതല്ല, 1.36 ലക്ഷം കോടി രൂപ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, എഡ്യൂക്കേഷന് കൊടുക്കുന്നത്. ഏകദേശം 14 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ 10 ഇരട്ടി പലിശക്ക് മാത്രം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മുടക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത്തരത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ, അതായത് സർവ്വ മേഖലയും സാമ്പത്തികമായിട്ട് ജനങ്ങൾ അത്രമാത്രം പ്രശ്നത്തിലേക്ക് ജനങ്ങൾ എന്ത് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തേക്ക് നിങ്ങൾ ഈ പറഞ്ഞത് മൊത്തം അതാണ് പ്രശ്നം. ഇതാണ് എന്റെ പ്രധാന പ്രശ്നം. നിങ്ങൾ ഈ പറഞ്ഞത് മൊത്തം ഒരു പ്രൊപ്പഗണ്ടയാണ്. ഇല്ല, ഇത് ബഡ്ജറ്റിലുള്ളതാണ് ഞാൻ പറഞ്ഞ വിഷയം. ഒരു മിനിറ്റ് പറയട്ടെ. നിങ്ങൾ കഴിഞ്ഞ ഒരു മിനിറ്റ് കേട്ടോ സാറേ, ഞാനീ പറഞ്ഞത് സാറൊന്ന് 2026-27 ബഡ്ജറ്റ് നിങ്ങൾ എന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കോളൂ. ഞാൻ കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. എന്റെ പ്രൊഫൈലിൽ ഞാൻ പലതവണ ഞാൻ എഴുതിയിട്ടുള്ള ഏതെങ്കിലും കാര്യം തെറ്റാണെന്ന് തെളിയിക്കുവാണെങ്കിൽ 25,000 രൂപ വെച്ചിട്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഫസ്റ്റ് ഒരു മിനിറ്റ്. ഈ നിങ്ങളിപ്പോ എന്നോട് പറഞ്ഞതിനകത്ത് ഞാനിപ്പോ പറഞ്ഞ കാര്യം തെറ്റാണ്. പറഞ്ഞ കാര്യം ശരിയാണ്. പക്ഷെ അതിനകത്തില് 2 പ്രൊപ്പഗണ്ട അടങ്ങിയിട്ടുണ്ട്. 2 കള്ളം തെറ്റായ രാജ്യത്തിനെതിരെ പ്രചരണം. ഒന്ന്, കഴിഞ്ഞ 10 വർഷം 15 വർഷം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന പൈസ, അതായത് വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന പൈസ കൂടിയിട്ടേ ഉള്ളൂ. അതായത് അത് വേറെ കാര്യമുണ്ട്. അത് പെർസെന്റേജ് വെച്ച് ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ 2.6 അതാണ് പ്രശ്നം. എന്തുകൊണ്ട് ഇന്ത്യയുടെ GDP വളർന്നു. അതായത് നേരത്തെ നിങ്ങൾ പറഞ്ഞത് ഞാൻ മിണ്ടാതെ കേട്ടല്ലോ. അപ്പൊ ഇനി ഞാൻ പറയുന്നത് മിണ്ടാതെ കേൾക്കുന്നത് നിങ്ങളുടെ ബാധ്യത. ശരി. അതായത് നിങ്ങൾക്ക് ഇപ്പം നിലവിൽ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയാണ്. നിങ്ങൾ ആ 1 ലക്ഷം രൂപയിൽ നിന്ന് 10% നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നു. അതായത് 10,000 രൂപ. നിങ്ങളുടെ വാർഷിക വരുമാനം അടുത്ത വർഷം 50 ലക്ഷമായിട്ട് ഉയർന്നു. നിങ്ങൾ ഇത്തവണ നിങ്ങൾ ഈ പറഞ്ഞ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 50,000 രൂപ ഉപയോഗിക്കണം. പക്ഷേ നിങ്ങളുടെ കുട്ടികൾക്ക് അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം ശ്രദ്ധിച്ചേക്കണം പ്ലീസ്. നിങ്ങൾ അത് 10,000 കഴിഞ്ഞ വർഷം ചെലവാക്കിക്കൊണ്ടിരുന്നത് നിങ്ങൾ ഈ വർഷം 15,000 ചെലവാക്കുന്നു. ഓക്കെ, നിങ്ങൾ പെർസെൻറ്റേജ് എടുത്ത് നോക്കുമ്പം 50 ലക്ഷത്തിന്റെ 15,000 പെർസെൻറ്റേജ് കുറഞ്ഞു. പക്ഷേ കഴിഞ്ഞ 12-14 വർഷമായിട്ട് ചെലവാക്കുന്ന തുക, അതും ഇൻഫ്ലേഷൻ കൂടി നിങ്ങൾ ഇതിൽ അസോസിയേറ്റ് ചെയ്താൽ പോലും വിദ്യാഭ്യാസത്തിന് ചെലവാക്കുന്ന തുക വളരെയധികം, ഏതാണ്ട് 1.5 ഇരട്ടിക്കടുത്ത് കൂടിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾ പോയി പോപ്പുലേഷന്റെ പെർസെന്റേജിനെക്കാട്ടിലും ഇൻഫ്ലേഷന്റെ പെർസെന്റേജിനെക്കാട്ടിലും പോയി ചെക്ക് ചെയ്തോളൂ. ഞാനിതൊക്കെ നിരന്തരം നോക്കുന്ന ആളാണ് പറയുന്നത്. ഓക്കെ, കൂടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇനി ഒരു മിനിറ്റ്, നിങ്ങൾ എന്നെ വിളിച്ച് നിങ്ങളൊരു ആർഗ്യുമെന്റ് പറഞ്ഞിട്ട് നിങ്ങൾ ഫുള്ള് കേൾക്കാതെ പോകരുതല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കൂടിയ തുക കഴിഞ്ഞ ഒരു സർക്കാരുകളും കൊടുത്തിട്ടില്ലാത്തതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് വേണ്ടി സർക്കാർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് വ്യവസായം നടത്തുന്ന ആളല്ലേ? നിങ്ങൾക്ക് ഈ 15 വർഷത്തിന് മുമ്പ് നിങ്ങളുടെ പെബിൾസ് നിങ്ങൾക്ക് രാജസ്ഥാനിലേക്ക് കയറ്റി അയക്കണമെങ്കിൽ നടക്കില്ലായിരുന്നു. എന്ത് പ്രശ്നങ്ങളാണ്? ഒന്ന്, നമ്മുടെ ഗുഡ്സ് ട്രെയിൻ സംവിധാനം ഇന്ത്യയിൽ തന്നെ ഏറ്റവും മോശമായിരുന്നു, ലോകത്തിൽ തന്നെ ഏറ്റവും മോശമായിരുന്നു. അതിന്റെ സ്പീഡ് 1.5-2 ഇരട്ടിയായിട്ട് കൂടിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പോയിട്ട് നമ്മുടെ ഗുഡ്സ് ട്രെയിനിന്റെ എഞ്ചിന്റെ സ്പീഡിനെ പറ്റിയിട്ട് നോക്കാം. എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്ത് നോക്കാം. റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം. റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് സ്പീഡ് കഴിഞ്ഞില്ല. ഇനി 2, നിങ്ങൾക്ക് നേരത്തെ നിങ്ങളുടെ പെബിൾസ് ഇവിടെ നിന്ന് രാജസ്ഥാനിലേക്ക് അയക്കണമെങ്കിൽ ഈ ഓരോ സ്ഥലത്തും ചെക്ക് പോയിന്റിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ വാച്ച് കൊടുക്കണമായിരുന്നു. ഇത് കംപ്ലീറ്റ് മാറ്റി നിങ്ങൾക്ക് ഒരു ഒറ്റ GST, അതായത് നിങ്ങൾ ഇവിടുന്ന് കയറ്റി വിട്ടാൽ രാജസ്ഥാനിൽ എന്നതിന്റെ സാധനം നിൽക്കത്തുള്ളൂ. നിങ്ങൾ ട്രക്കിൽ കയറ്റി വിട്ടുള്ളൂ, ഗുഡ്സിൽ കയറ്റി വിട്ടുള്ളൂ, അല്ലേ? ഇതാണ് ഫാക്ട്.
പക്ഷേ നിങ്ങൾ ഫസ്റ്റ് അവസരത്തിൽ തന്നെ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ എന്നോട് സംസാരിച്ചു, നമ്മൾ വേറൊരു വിഷയമാണ് സംസാരിക്കുന്നത്. പക്ഷേ ഈ ഫസ്റ്റ് അവസരത്തിൽ തന്നെ, കിട്ടിയ അവസരത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതേപ്പറ്റി അറിയാവുന്ന കാര്യമായിരിക്കും നിങ്ങൾ എന്നോട് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ശ്രമിച്ചത് നിങ്ങൾക്ക് എവിടെ നിന്നോ കിട്ടിയ ഒരു പ്രൊപ്പഗണ്ട, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ എന്നോട് പറയാൻ ശ്രമിച്ചു. തന്നോളൂ. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യമാണ്. എന്തായിരുന്നു യഥാർത്ഥ വിഷയം? നിങ്ങൾ ഇന്ത്യയിലെ ഒരു ശാസ്ത്രജ്ഞനെ കുറിച്ചിട്ട് ഒരു വ്യാജ വീഡിയോ ഫാക്ട് ചെക്ക് ചെയ്യാതെ ഒരു AI ജനറേറ്റഡ് വീഡിയോ നിങ്ങൾ ഇട്ടു. അതേപ്പറ്റിയിട്ടായിരുന്നു നമ്മുടെ സംസാരം. യഥാർത്ഥത്തിൽ നിങ്ങൾ ഞാൻ തമ്മിൽ സംസാരിക്കേണ്ടിയിരുന്ന ഒരു വിഷയം, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയെന്നും നിങ്ങൾക്ക് അതിൽ സങ്കടം ഉണ്ടെന്നും ഒക്കെ നിങ്ങൾ പറയേണ്ടിയിരുന്ന ഒരു കാര്യം, നിങ്ങൾ അത് പറഞ്ഞു തുടങ്ങി. നമ്മുടെ വിഷയം അതായിരുന്നു. നിങ്ങളിപ്പോ ഒരു മിനിറ്റ് ഞാനും നിങ്ങളും ഈ ഓഡിയോ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ബാക്കിലേക്ക് പോയിട്ട് നിങ്ങൾ എപ്പോഴാണ് കോൺവെർസേഷൻ വ്യതിചലിച്ചത് നോക്കുക. നിങ്ങളോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾ ഡിഫൻസിലായ നിമിഷം ഞാൻ തീർത്തിട്ട് നിങ്ങൾക്ക് സമയം തരാം. നിങ്ങൾ ഈ വിഷയത്തിലേക്ക് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? എന്നോട് നിങ്ങൾ നേരെ ഈ നിലവിലുള്ള സർക്കാരിനെതിരെ ഒരു കള്ളമായിട്ടുള്ള പ്രൊപ്പഗണ്ട പറയാൻ നോക്കി. അതും എനിക്ക് ഈ ഫാക്ട് അറിയാവുന്നതുകൊണ്ട്. അതായത് ഏതൊരാളെടുത്ത് നിങ്ങൾ വെറുതെ പോയിട്ട് ഈ GDP ഇതിൽ വിദ്യാഭ്യാസത്തിന്റെ പെർസെന്റേജ് കുറച്ചു എന്ന് പറഞ്ഞാൽ അവർ നോക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും. പക്ഷേ അതിൽ പറയേണ്ട കോണ്ടക്സ്റ്റ് ഉണ്ടല്ലോ, അതായത് ബെഞ്ച് മാർക്കുകൾ ഉണ്ടല്ലോ. GDP കൂടിയെന്നും നേരത്തെ 2.5% ഇപ്പോഴത്തെ 1.25% അടക്കമുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടാണ് അത് പറയുന്നത്. ഓക്കെ, അതായത് രണ്ട് കാര്യം നിങ്ങൾ അടുത്ത് പറഞ്ഞു. ഞാനിത് കൺക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത് പറഞ്ഞു. ഒന്ന്, നിങ്ങൾ ചെയ്ത കാര്യം തെറ്റായി. അതേ പറ്റിയിട്ടുള്ള സംസാരത്തിനിടയ്ക്ക് കിട്ടിയ ഒരു അവസരത്തിൽ പോലും നിങ്ങൾ ഒരു പ്രൊപ്പഗണ്ട, ഞാൻ നിങ്ങളോട് പറഞ്ഞത് എനിക്ക് മതമല്ല വിഷയം, രാജ്യത്തിനെതിരെ ആളുകൾ സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്നോട് പറഞ്ഞത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് അല്ലേ? വിദ്യാഭ്യാസത്തിന്റെ കുറച്ചൊന്നുമല്ല. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ഇനി നിങ്ങൾ പറഞ്ഞോളൂ. അല്ലല്ല, ഞാൻ ഇത് പറഞ്ഞോളൂ. അല്ല, ബാക്കി കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് ഓക്കെ, ചെക്ക് ചെയ്തിട്ട് പറഞ്ഞോളാം സാറിന്. ശരി, ഇതൊന്ന് ഉപകാരമായിരിക്കും എന്തെങ്കിലും നമുക്ക് ഇത് ചെയ്യാനെങ്കിൽ. ഫ്രണ്ടിൽ റിക്വസ്റ്റ് ആണ്. അല്ല, അതെനിക്ക് മനസ്സിലായി. ഞാനത് സൗകര്യം പോലെ ഞാനത് ഡിലീറ്റ് ചെയ്തോളാം. പക്ഷെ നിലവിലത് കിടക്കട്ടെ. ഞാനത് ഡിലീറ്റ് ചെയ്യില്ല എന്നല്ല, ചെയ്തോളാം. പക്ഷേ ഇതിലെ കാരണം ഇതാണ്, എല്ലാ ആളുകളും ഇക്കാര്യത്തിൽ കുറച്ചുകൂടെ നിയന്ത്രണമാണ്. ഇതിൽ ഒരു മിനിറ്റ്, നിങ്ങളോട് ലാസ്റ്റ് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ, ഇത്തരം വീഡിയോസിന്റെ ഒറിജിൻ തപ്പിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമല്ല, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരുപാട് മുസ്ലിങ്ങൾ ഈ ട്രാപ്പിൽ പോയി വീഴുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഈ വീഡിയോസിന്റെ ഒറിജിൻ നിങ്ങൾ തപ്പിപ്പോയി കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ, അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള അബദ്ധം, നിങ്ങൾ പറ്റിയാൽ ഈ ഒരു വിഷയം കൂടി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ആളുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഉപകാരമായിരിക്കും. നിങ്ങൾ കേട്ടോ, ഈ വീഡിയോസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് മോസ്റ്റ്ലി ഇന്ത്യയിലല്ല. നമ്മളെ വിചാരിക്കുന്നതിൻ്റെ കൂട്ട് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അല്ല. ഇതിൽ മിക്ക വീഡിയോസും ഉണ്ടാക്കി വിടുന്നത് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഹാൻഡിലുകളാണ്. അതായത് പല തീവ്രവാദ ഗ്രൂപ്പുകളോടും ഇന്ത്യക്കെതിരെയുള്ള സംഭവങ്ങൾ പുലർത്തുന്നതിനോടുള്ള ഗ്രൂപ്പുകളാണ്. ഒന്ന്, ഇത് നിങ്ങളെപ്പോലുള്ള ആളുകൾ എടുത്തിട്ട് ഇന്ത്യയിൽ പ്രചരിപ്പിക്കും. അപ്പം ഇത് ഒരു വിഷയവും. രണ്ട്, ഇത് വേറെ രീതിയിൽ അഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്കെതിരെ നാളെ ഒരു പോലീസ് കേസ് വന്നു, ഈ വിഷയത്തിൽ നിങ്ങൾക്ക് വരും എന്നല്ല ഞാൻ പറയുന്നത്, വന്നു എന്നിരിക്കാം. അടുത്തത് ന്യൂസിൽ വരുന്നത് മോദിക്കെതിരെ പോസ്റ്റ് ഇട്ട യുവാവിനെ എതിരെ കേസ്. ഇത് അടുത്ത ന്യൂസ്. ഇനി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് ന്യൂസുകളും എടുത്തിട്ടാണ് നാളെ BBC എവിടെ കൊടുക്കുക? അവരുടെ പത്രത്തിൽ കൊടുക്കുക. അടുത്ത വർഷം പ്രസ് ഇൻഡെക്സ്, ഫ്രീഡം, അല്ലെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങൾ ഇതിന് മറ്റേ വശം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അതുകൊണ്ട് പറയുന്നത്, നിങ്ങൾ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ആളാണ്, നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. ഈ BBC ഇതെടുത്തിടുന്നു, അല്ലെങ്കിൽ CNN എടുത്തിടുന്നു. അതിനുശേഷം നെക്സ്റ്റ് വർഷത്തെ പ്രസ് ഫ്രീഡവും അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ആളുകൾ വരാനുള്ള സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവർ ഈ ന്യൂസ് ഇട്ടിട്ടാണ് പറയുന്നത് സർക്കാർ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ പേരിൽ നിങ്ങളൊരു മുസ്ലിം ആണെന്ന് എനിക്ക് തോന്നുന്നു, നിങ്ങളുടെ പേര് അറബിയാണ്, എനിക്ക് നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് അറിയില്ല. പക്ഷേ അവർ ഇതിനെ കാണുന്നത് ന്യൂനപക്ഷത്തെ അടിച്ചമർത്തലായിട്ടാണ്. സത്യത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഏതോ ഒരു പാകിസ്ഥാനിൽ വീഡിയോ ഉണ്ടാക്കി, ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. ഇതിലിപ്പോ ഞാൻ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എന്താണ് വൈറലാകുന്ന ഒരു വീഡിയോയിൽ അഗ്നി മിസൈൽ 6 പദ്ധതിയെ കുറിച്ച് നിരവധി അവകാശവാദങ്ങൾ ഇരുന്നുണ്ട്. പറഞ്ഞു ഈ വീഡിയോയിലെ പ്രസ്താവനകൾ വ്യാപകമായി ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ഈ അവകാശവാദങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവയ്ക്കൂ എന്നാണ് ഞാൻ എന്ത് ചെയ്തത്. എന്നിട്ട് അല്ല, പങ്കുവയ്ക്കൂ. അതായത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഞാൻ നിങ്ങളെ കുറിച്ചൊരു നല്ലൊരു തെറി അങ്ങോട്ട് ഫേസ്ബുക്കിൽ എഴുതി വിടുകയാണ്, പച്ചത്തെറി. എന്നിട്ട് പറയുകയാണ് പലരും ഇയാളെ ഇങ്ങനെ തെറി വിളിക്കുന്നു. ഈ തെറി വിളിക്കുന്നത് ന്യായമോ? ഈ അവകാശവാദം ശരിയോ? നിങ്ങൾ പറ. ഞാൻ ഇപ്പൊ ഫേസ്ബുക്കിൽ ഈ നിങ്ങൾ ഈ പറഞ്ഞ അതേ ടോണിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടെ, ഇപ്പൊ ഇട്ട് കാണിക്കാം. ഒരു 2 minutes, ഒരു 500-600 കമന്റ്സും കുറേയേറെ നിങ്ങളെ തെറി വിളിച്ചിട്ടുള്ള സാധനവും ഇപ്പൊ അതിനകത്തിൽ വരും. അതിന് റിപ്ലൈ ആയിട്ട് കാണണോ? ഞാൻ ഇപ്പൊ ഇട്ടുതരാം. നിങ്ങളുടെ ഇതേ ന്യായം ഞാൻ തിരിച്ചു. ഞാൻ പറഞ്ഞത് ന്യായീകരിക്കരുത്. വളരെ സിമ്പിൾ ആണ്. ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് ഞാനിത് ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾ ഈ തെറ്റായ പ്രൊപ്പഗണ്ട പരത്താതിരിക്കാവുന്ന ഒരു കാര്യം നിങ്ങൾ ഒരാഴ്ച ചെയ്യാതിരിക്കുകയാണ്, ഞാൻ ഒരാഴ്ച ആകുമ്പോൾ ഡിലീറ്റ് ചെയ്യും.
ഉറപ്പാണ്, ഞാനത് വാക്കുതരാം. എനിക്ക് അല്ലല്ല, നിങ്ങളോട് ഞാൻ പേഴ്സണലി ഒരു പറഞ്ഞത് വിരോധമില്ല. ഞാൻ നിങ്ങളോട് request ചെയ്തത് പേഴ്സണൽ മാത്രമേ ഉള്ളൂ. നിങ്ങളോട് എനിക്ക് പേഴ്സണലി ഒരു വിരോധമില്ല. നിങ്ങൾക്ക് തെറ്റുപറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങൾ പ്രൊപ്പഗണ്ട വീഡിയോസ് ഇടാതിരിക്കും, ഒരാഴ്ച ഇടാതിരിക്കണം, ഞാനത് ഡിലീറ്റ് ചെയ്യാം. പ്രോമിസ്. ഇന്നെന്താ ദിവസം? ബുധനാഴ്ച, വ്യാഴം. നിങ്ങൾ നെക്സ്റ്റ് ഒരാഴ്ച നിങ്ങൾ നിങ്ങൾ മോദിയെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ BJP എന്ത് വേണമെങ്കിലും പറഞ്ഞു, നിങ്ങൾ ഫാക്ട് ചെക്ക് ചെയ്ത് സത്യമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾ ഇട്ടോ, എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ ഒരു പ്രൊപ്പഗണ്ട പോലും നെക്സ്റ്റ് ഒരാഴ്ച ഇടാതിരുന്ന ഞാൻ ഈ അടുത്ത വ്യാഴാഴ്ച രാവിലെ, ഇപ്പൊ സമയം എന്തായി? 8 മണി. 8 മണി. അടുത്ത വ്യാഴാഴ്ച 8 മണി, അതായത് 9-ാം തീയതി 8 മണിക്ക് മുമ്പ് ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തരാം. ഓക്കെ, അഗ്രി ആണോ? ഓക്കെ. ശരി. താങ്ക് യു.